തുടർച്ചയായ മൂന്നാം അർദ്ധ സെഞ്ചുറിയുമായി ഇന്ത്യയുടെ ഹീറോ ആയി മാറിയ സഞ്ജുവിന് അഭിനന്ദന പ്രവാഹം. നിരവധി റെക്കോർഡുകളാണ് സഞ്ജുവിനെ തേടിയെത്തിയത്. നിർണായക ഘട്ടത്തിൽ ടീമിലെത്തി ഇന്ത്യയെ ഒറ്റയ്ക്കടിച്ച് ജയിപ്പിച്ച് സെമിയിലെത്തിച്ച സഞ്ജു പിന്നീട് ഉത്തരവാദിത്തത്തോടെയുള്ള സെമി ഫൈനലിലെ ഇംഗ്ലണ്ടിനെതിരായ ഇന്നിംഗ്സ്, അവസാനം കിവീസിനെതിരെ ഫൈനലിലെ തുടർച്ചയായുള്ള മൂന്നാം അർദ്ധ സെഞ്ചുറി പ്രകടനം. ഇന്ത്യയുടെ ഹീറോ ആയി മാറിയ സഞ്ജുവിന്റെ അവസാന 3 ഇന്നിംഗ്സുകൾക്കും സെഞ്ചുറിയേക്കാൾ വിലയുള്ളതാണ്. നിരവധി റെക്കോർഡുകൾ കൂടിയാണ് കേരളത്തിൽ നിന്നുള്ള പ്രിയതാരം സഞ്ജു അടിച്ചെടുത്തത്. ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആകുന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമായും സഞ്ജു മാറി. 321 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. അതുപോലെ തന്നെ ലോകകപ്പിന്റെ ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടുന്ന താരവും സഞ്ജു തന്നെ. 24 തവണയാണ് നിലം തൊടാതെ പന്തതിർത്തി കടത്തിയത്. വിരാട് കോഹ്ലിക്കും KL രാഹുലിനും ശേഷം ലോകകപ്പിൽ തുടർച്ചയായി 3 അർദ്ധ സെഞ്ചുറികൾ നേടുന്ന താരമായും സഞ്ജു മാറി. പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് ലഭിച്ച അവസരം കൃത്യമായി വിനിയോഗിച്ച് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ സഞ്ജു ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മാർഗനിർദ്ദേശമാണ് തന്റെ വിജയത്തിന് കാരണമെന്ന് പറഞ്ഞു. തന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. വാക്കുകൾ കൊണ്ട് ഈ സന്തോഷം വിവരിക്കാൻ കഴിയില്ല. 2 വർഷം മുമ്പ് കരീബിയനിൽ വച്ച് ലോകകപ്പ് നേടിയ ടീമിനൊപ്പം താനും ഉണ്ടായിരുന്നു. അന്നു മുതൽ മനസ്സിൽ കയറിക്കൂടിയ സ്വപ്നമാണ്. പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആകാൻ കഴിഞ്ഞത് വലിയ സന്തോഷവും സമാധാനവും നൽകുന്നുവെന്നും സഞ്ജു പറഞ്ഞു. തനിക്കൊപ്പം നിന്ന് എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സഞ്ജു സാംസൺ നന്ദി അറിയിച്ചു.